എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാൽ അന്ന് തീരും എന്നാണ്. ഇന്ന് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ചോറ്റാനിക്കര മകം ആണ്. ഈ കഥയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്നുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ഭഗവതിയെ നമസ്കരിക്കാം. ലോകമാതാവായിട്ടുള്ള ആ ചോറ്റാനിക്കര അമ്മയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ കഥേമമ്മയുടെ അധ്യായത്തിൽ ചോറ്റാനിക്കര മകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിലെ ദുർഗാക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ദേവീക്ഷേത്രങ്ങളിൽ ഏറ്റവും ആദരണീയമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര. ആ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന സമയമാണിത്. കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഭഗവതിയുടെ ഉത്സവം ക്രമീകരിച്ചിട്ടുള്ളത്. ആ ഉത്സവ സമയങ്ങൾക്കിടയിൽ മകം നക്ഷത്രത്തിൽ മിഥുന ലഗ്നത്തിലാണ് ചോറ്റാനിക്കര മകം എന്ന് വിളിക്കപ്പെടുന്ന ആ ശുഭമുഹൂർത്തം, അല്ലെങ്കിൽ ദേവിയുടെ മക്കളെല്ലാവരും തന്നെ എത്രയോ നാളുകളായിട്ട് കാത്തിരിക്കുന്ന അമ്മയെ ആ തിരുവാഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ഗോളക ചാർത്തിക്കൊണ്ട് കാണാനുള്ള ആ അസുലഭ അവസരത്തിനായിട്ട് കാത്തിരിക്കുന്ന ആ മുഹൂർത്തം ഇന്നേ ദിവസമാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഈ ഒരു ചടങ്ങിന് കാരണഭൂതനായിട്ട് വർത്തിച്ചിട്ടുള്ളത് വില്വമംഗലം സ്വാമിയാരാണ്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായിട്ടൊരു കഥ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് കണ്ണപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ ഉൽപ്പത്തിയുമായിട്ടാണ്. അദ്ദേഹം കാരണമാണ് ഭഗവതിയുടെ ചൈതന്യം അവിടെ ഉണ്ടായത് എന്ന് പറയാറുണ്ട്. ഒരുപാട് നീച കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഈ കണ്ണപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന കാട്ടാളൻ. എന്നാൽ അദ്ദേഹം കാരണം ഭഗവതിയുടെ ചൈതന്യം അവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിയായിട്ടുള്ള പശ്ചാത്താപം ഉണ്ടാവുകയും അദ്ദേഹം ഭഗവതിയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ്, അമ്മയെ നന്നായിട്ടൊന്ന് ആരാധിക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണേ എന്ന്. ആ സമയത്ത് ഭഗവതിയുടെ അരുളപ്പാടുണ്ടായി എന്നാണ്, അടുത്ത ജന്മത്തിൽ വളരെ സാത്വികമായിട്ടുള്ളൊരു ബ്രാഹ്മണ ജന്മം അങ്ങേക്ക് ലഭിക്കും, അങ്ങ് കാരണം എൻ്റെ മറ്റൊരു പ്രതിഷ്ഠ കൂടെ ഈ സ്ഥലത്ത് വന്നു ചേരും എന്ന് ഭഗവതി അനുഗ്രഹിച്ചു എന്നാണ്. ആ കണ്ണപ്പനാണത്രേ പിന്നീടുള്ള ജന്മത്തിൽ വില്വമംഗലം സ്വാമിയാരായിട്ട് ജനിച്ചത് എന്നാണ് സങ്കല്പം. അങ്ങനെയുള്ള ആ വില്വമംഗലം സ്വാമിയാർ ഈ ചോറ്റാനിക്കര മകം ദിവസം അന്നേ ദിവസം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്തുകയും ഭഗവതിയെ കാണുന്നതിന് മുമ്പായിട്ട് കുളത്തിൽ ചെന്ന് ദേഹശുദ്ധി വരുത്താം എന്ന് കരുതി അദ്ദേഹവും ശിഷ്യന്മാരും അവിടെയുള്ള ആ കുളത്തിലേക്ക് ചെന്നു എന്നാണ്. അവരവിടെ കുളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് സ്വാമിയാരുടെ കാൽപാദം ഏതോ ഒരു മൂർച്ചയുള്ള വസ്തുവിൽ തട്ടിയതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. എന്താണത് എന്ന് പരിശോധിക്കാനായി അദ്ദേഹം ജലത്തിനടിയിലേക്ക് സഞ്ചരിക്കുകയും അതിമനോഹരമായിട്ടുള്ള എന്നാൽ അത്യധികം ക്രോധഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു കാളി വിഗ്രഹം അവിടെ വെച്ച് ആ ജലത്തിനടിയിൽ നിന്ന് അദ്ദേഹത്തിന് കണ്ടെടുക്കാൻ സാധിച്ചു എന്നാണ്. അദ്ദേഹം ആ വിഗ്രഹം കൊണ്ട് കരയിലേക്ക് വരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അമ്മ കൊടുത്തിട്ടുള്ള വാക്കാണ്, ഈ ജന്മത്തിൽ നീ സാത്വികമായിട്ടുള്ള ഒരു ജന്മം ജനിക്കും, ആ സമയത്ത് എൻ്റെ മറ്റൊരു ചൈതന്യത്തെ നിനക്ക് പ്രതിഷ്ഠിക്കാനുള്ള അവസരം ലഭിക്കും എന്നുള്ളത്. അത് ആ അമ്മയുടെ അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് കീഴ്ക്കാവിലെ ഭഗവതിയായിട്ട്, ഭദ്രകാളി അല്ലെങ്കിൽ മഹാകാളി സങ്കല്പത്തിലുള്ള ഭഗവതിയായിട്ട് ആ സമയത്താണ് ഈ കീഴ്ക്കാവിൽ അമ്മയെ വില്വമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. ഈ പ്രതിഷ്ഠ നടത്തിയ സമയത്ത് മേൽക്കാവിലെ ഭഗവതിയും ഒപ്പം തന്നെ ഭഗവതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവായിട്ടുള്ള നാരായണനുമായി ദേവി മേൽക്കാവിലെ ഭഗവതി ലക്ഷ്മി നാരായണ സ്വരൂപത്തിൽ ആ വില്വമംഗലം സ്വാമിയാർക്ക് ദർശനം കൊടുത്തു എന്നാണ്. ആ ദർശനം കൊടുത്ത സമയത്ത് ദേവി അണിയാത്ത ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല, ദേവിയുടെ മനോഹരമായിട്ടുള്ള പട്ടുചേല ഉണ്ടായിരുന്നു, ദേവിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള തിലകങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ അലങ്കാരങ്ങൾ അമ്മയ്ക്കുണ്ടോ അതൊക്കെ അണിഞ്ഞുകൊണ്ട് സർവാഭരണ വിഭൂഷിതയായിട്ടാണ് മിഥുന ലഗ്നത്തിലുള്ള ആ സമയത്ത് വില്വമംഗലം സ്വാമിയാർക്ക് ദേവിയും ഒപ്പം നാരായണനും ദർശനം കൊടുത്തത്. ആ ഒരു സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മിഥുന ലഗ്നത്തിൽ മകം നക്ഷത്രം വരുന്ന സമയത്ത് ഏതാണ്ട് ഉച്ചപൂജ കഴിഞ്ഞൊരു 2 മണിയോളം സമയത്താണ് ആ ഭഗവതിയുടെ ശ്രീകോവിൽ തുറക്കുക. എത്രയോ ആയിരക്കണക്കിന് 10,000കണക്കിന് ആളുകളാണ് ആ സമയത്ത് ഭഗവതിയെ കാണാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവുക. അവർക്കൊക്കെ തന്നെ
സർവാഭരണങ്ങളും അണിഞ്ഞുകൊണ്ട്, എന്തൊക്കെ ആഭരണങ്ങൾ തനിക്കുണ്ടോ അതൊക്കെ എടുത്ത് അണിഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ എന്നെ ഏറ്റവും ഭംഗിയോടുകൂടി കണ്ട് സന്തോഷിക്കട്ടെ, അവരുടെ വിഷമങ്ങളൊക്കെ എന്നെ കാണുന്ന മാത്രയിൽ തന്നെ ഇല്ലാതാവട്ടെ, അവരുടെ എല്ലാ ദുരിതങ്ങളും ഈ മകൻ തൊഴുന്നതിലൂടെ ഞാൻ തീർത്തു കൊടുക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ആ ചോറ്റാനിക്കര ഭഗവതി നമ്മളെയൊക്കെ കാത്ത് ഇന്ന് ആ ശ്രീകോവിലിനകത്ത് വിരാജിക്കുന്നുണ്ട്. എത്രയോ സ്ത്രീകൾ, പ്രത്യേകിച്ച് മകം തൊഴൽ വിശേഷമായിട്ട് സ്ത്രീകൾക്കും പൂരം തൊഴൽ വിശേഷമായിട്ട് പുരുഷന്മാർക്കുമാണ് ചോറ്റാനിക്കരയിൽ വിധി പറയാറുള്ളത്. മകം തൊഴുന്നത് സ്ത്രീകൾക്കാണ് കൂടുതൽ അഭികാമ്യം എന്നാണ്. അങ്ങനെയുള്ള ആ മകം തൊഴാൻ വേണ്ടി നിൽക്കുന്ന സ്ത്രീകൾക്ക് ഭഗവതി എന്തൊക്കെയാണ് കൊടുക്കുന്നത്? വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ മകം തൊഴുതു കഴിഞ്ഞാൽ അടുത്ത മകം നക്ഷത്രത്തിന് മുമ്പായിട്ട്, അടുത്ത മകം തൊഴലിന് മുമ്പായിട്ട് അവരുടെ വിവാഹം നടക്കും എന്നാണ് വിശ്വാസം. സുമംഗലികളായിട്ടുള്ള ആൾക്കാർ മകം തൊഴുതു കഴിഞ്ഞാൽ ദീർഘസുമംഗലികളായിട്ട് അവരുടെ ഭർത്താക്കന്മാർക്ക് എല്ലാ തരത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യവും ഭഗവതി നൽകും എന്നും പറയുന്നു. ഇനി സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകളാണെങ്കിലോ അവർക്ക് നല്ല സന്താനങ്ങളെ നൽകിക്കൊണ്ട് ഭഗവതി അനുഗ്രഹിക്കും. വിദ്യ കാംക്ഷിച്ചുകൊണ്ട് ഭഗവതിയെ സ്മരിക്കുന്ന ആളുകൾക്ക് നല്ല വിദ്യ നൽകി ഭഗവതി അനുഗ്രഹിക്കും. അങ്ങനെ ചോദിക്കുന്നത് എന്തും തരുന്ന തരത്തിലുള്ള രാജരാജേശ്വരി ആയിട്ടുള്ള ലക്ഷ്മി നാരായണ സ്വരൂപത്തിലുള്ള ഭഗവതിയാണ് മകം തൊഴലിൽ നമ്മൾ അവിടെ കാണുന്നത്. ഒരേ സമയം വില്വമംഗലം സ്വാമിയാർ താഴെ നടത്തിയ കാളി പ്രതിഷ്ഠയുടെ അവസരമായിട്ടും ഒപ്പം ആ സമയത്ത് ഭഗവതി അദ്ദേഹത്തിന് കൊടുത്ത ആ വിശേഷപ്പെട്ട ദർശനത്തിന്റെ സ്മരണ പുതുക്കലായിട്ടും ചോറ്റാനിക്കര മകം ഇന്നും ഭക്തജന ലക്ഷങ്ങൾ മനസ്സിൽ അമ്മയുടെ ആ മകം തൊഴല് തൊഴുതുകൊണ്ടേയിരിക്കുന്നു. ഈ വിശേഷപ്പെട്ട അവസരത്തിൽ അമ്മയുടെ ഈ കഥ സ്മരിക്കുന്ന സമയത്ത് നമുക്കും അമ്മയുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള ആ നാമം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ഭഗവതിയെ നാരായണി എന്നല്ലേ വിളിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നാരായണ എന്നുള്ള ശബ്ദം കൊണ്ട് അവസാനിച്ചിരിക്കുന്നത് എന്ന്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മേൽക്കാവിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണനാണ്. ഒരിക്കലും കരുതരുത് ആ ക്ഷേത്രത്തിനകത്തുള്ളത് ഭഗവതി മാത്രമാണ് എന്ന്. ഭഗവതിയോടൊപ്പം തന്നെ രുദ്രാക്ഷശിലയിൽ ഭഗവതിയും ഒരു കൃഷ്ണശിലയിൽ ഭഗവാനും നാരായണനും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണുദുർഗയായിട്ട് ലക്ഷ്മി നാരായണനായിട്ടാണ് മേൽക്കാവിലെ ഭഗവതിയെ കാണുന്നത്. അതുകൊണ്ട് അമ്മേ എന്നുള്ള ശബ്ദം കൊണ്ട് ദേവിയെയും നാരായണ എന്നുള്ള ശബ്ദം കൊണ്ട് ഭഗവാനെയാണ് അവിടെ അർച്ചിക്കുന്നത്. അങ്ങനെയുള്ള അമ്മയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നാമം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ എന്നുവരെ മേൽക്കാവിലും താഴെ വില്വമംഗലം പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഭഗവതിക്ക് ഭദ്രേ നാരായണ എന്നുള്ള നാമം കൊണ്ടും നമ്മൾ അർച്ചന നടത്തുന്നു. ഈ നാമങ്ങൾ സ്മരിക്കുന്നതിലൂടെ തന്നെ ചോറ്റാനിക്കര ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഇന്നേ ദിവസം ചോറ്റാനിക്കര എത്താനൊന്നും ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് ഒട്ടും തന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല. ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ ചോറ്റാനിക്കര എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശ്രീകോവിലിൽ ആ മകം തൊഴലിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഭഗവതിയെ നന്നായിട്ട് സ്മരിച്ചുകൊണ്ട് അമ്മയുടെ ഈ ദിവ്യനാമങ്ങൾ ഉറക്കെ ചൊല്ലാൻ നമുക്ക് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.